കുന്തത്തിന് സമയമില്ലാത്തതിനെ കൊണ്ട് അന്ന ഹോട്ടലിലേക്ക് വിട്ട്. അന്ന ഹോട്ടലിൽ നിന്ന് അപ്പവും പൊറോട്ടയും മീൻകറിയും ചായയും കുടിച്ച് ബില്ല് അടിച്ച് പുറത്തിറങ്ങി നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഒന്ന് മേലോട്ട് നോക്കിയപ്പോൾ അതാ മഞ്ഞ ചെമ്പകം പൂത്ത് നിൽക്കുന്നത്. ചെമ്പകം കണ്ടാൽ എനിക്കൊരു വീക്ക്നെസ്സാണ്. ചെമ്പകവും നോക്കി കുറച്ച് നേരം നിന്നപ്പോഴാണ് വിചാരിച്ചത്, അല്ലാ ഡോക്ടർ പോവല്ലോ എന്ന്. കാണിക്കാൻ ഇറങ്ങിയതാണേ. അങ്ങനെ വണ്ടി എടുത്ത് മീനങ്ങാടിയിലേക്ക് ഒരു ഒറ്റ വിടലാണ്. വിട്ടിട്ട് അവിടെ പോയി നോക്കുമ്പോൾ ചീട്ടെടുക്കാനായില്ല. അങ്ങനെ 5-10 മിനിറ്റ് അവിടെ പോയി. അങ്ങനെ ചീട്ടെടുക്കാൻ നേഴ്സ് വന്ന് ചീട്ടും എടുത്ത് ഡോക്ടറിനെ കാണിച്ചപ്പോൾ കുറേ ചെക്കപ്പിന് ബ്ലഡ് എടുക്കാൻ പോയിട്ട് ബ്ലഡ് ഉണ്ടോ കിട്ടുന്നത്, ആടെ കുത്തി ഇവിടെ കുത്തി ഇപ്പുറത്ത് കുത്തി. അവസാനം ബ്ലഡ് കിട്ടി. അവിടുന്ന് നേരെ ബത്തേരിയിലേക്ക് വിട്ട്. സമയം കുറേ ഉണ്ടായിരുന്നു. ബത്തേരിയിൽ നിന്ന് ഉണ്ണി മെസ്സിന്ന് നല്ല ചോറും ബിരിയാണിയും കഴിച്ചിട്ട് ബാത്റൂമിലേക്ക് പോകുന്ന വഴിക്ക് അടിപൊളിയായിട്ട് തുടുത്ത് പഴുത്ത് നിൽക്കുന്ന മത്തൻ കണ്ടിട്ട് പറിച്ചിട്ട് പോക്കറ്റിലിടാൻ തോന്നി. പക്ഷെ അടിയുള്ളല്ലോ എന്ന് വിചാരിച്ച് പറിച്ചില്ല. ഒന്ന് മെല്ലെ ഇറങ്ങി. കുത്തനുള്ള ഇറക്കാനെ കൊണ്ട് ഞാൻ പറഞ്ഞ യേശുവിനടുത്ത് ഞാൻ കൈ പിടിക്കാമെന്ന്. വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിക്കോളൂന്നും പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ ഇറങ്ങാൻ നോക്കിയതാണ്. പിന്നെ ഞാൻ തന്നെ പിടിച്ചിറക്കേണ്ട വന്ന്. അങ്ങനെ ഗുണ്ടിൽപേട്ടിലേക്ക് വിട്ട്. നല്ല പൂവിൻ്റെ സീസണാണല്ലോ. പൂവ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഭംഗിയെന്നറിയോ, കണ്ട അങ്ങോട്ട് വരാൻ തോന്നൂല. അടിപൊളി. കണ്ണെത്താ ദൂരത്തിങ്ങനെ പൂപ്പാടം അങ്ങനെ കണ്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്തതിനെ കൊണ്ട് അധികം ആസ്വദിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അത് നേരെ തിരിച്ചിങ്ങോട്ട്. എന്നോടുള്ള പ്രാന്ത് കണ്ടിട്ട് അവിടുത്തെ ചേട്ടൻ എനിക്ക് പറിച്ചതെന്താണ് ഈ പൂവും കൊണ്ട് ഞാൻ പെട്ടെന്ന് എന്താക്കി, ഈ കാടങ്ങ് കിടന്നു. നല്ല മഴയും നല്ല കാടുമാണ്. അങ്ങനെ ബത്തേരി എത്തി. വണ്ടിക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണമല്ലോ. വണ്ടിക്കും തിന്നാൻ കൊടുത്ത് നാട്ടിലേക്ക് നേരെ തിരിച്ചു വിട്ട് അവിടുന്ന് നല്ല ചായയും 2 പഴംപൊരിയും കഴിച്ച് ഇന്നത്തെ ട്രിപ്പ് അതിമനോഹരമായി തീർന്നിരിക്കുന്നു. ബൈ.